എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്തി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ നീക്കം നടത്തുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായാണ് വളരെ വേഗത്തിൽ തന്നെ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിലെ പരാതിയിൽ തന്നെ അതിജീവിത ഇക്കാര്യങ്ങളെ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ അന്വേഷണ സംഘം ഇതിന്റെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായി വിവരിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പമാണ് അന്നത്തെ മെഡിക്കൽ രേഖകൾ സംബന്ധിച്ച വിവരങ്ങൾ, അതോടൊപ്പം തന്നെ രാഹുലിന്റെ ശബ്ദ ഓഡിയോ അതിന്റെ റെക്കോർഡ്സ്, അത്തരം വിവരങ്ങളെല്ലാം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം വളരെ വൈകാതെ തന്നെ കടക്കും. ഇതെല്ലാം രാഹുലിന്റെ കുരുക്ക് മുറുകയാണ്. ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അശാസ്ത്രീയമായ രീതിയിൽ ഗർഭഛിദ്രം നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ള ഗുരുതരമായ വകുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അത് 10 മുതൽ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാൻ പറ്റുന്ന വകുപ്പുകളാണ്. അതാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കുരുക്കായി നിലനിൽക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ പ്രകാരം ബലാത്സംഗം ചുമത്തിയിട്ടുണ്ട് രാഹുലിനെതിരെ. അതും വലിയ ശിക്ഷ കിട്ടുന്ന വകുപ്പുകളാണ്. മുൻകൂർ ജാമ്യത്തിന് പരമാവധി സാധ്യത ഇല്ലാതാക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പരിശോധിക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി ഈ കേസ് വന്നതിന് പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച നടത്തുന്നത്. എന്തായാലും എന്തെങ്കിലും സാധ്യതയുണ്ടെന്നുള്ളത് സംബന്ധിച്ചാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും അതിന്റെ ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നത്. BNS 64(2) പ്രകാരമുള്ള കുറ്റം, അതായത് അധികാരത്തിലിരുന്നുള്ള ബലാത്സംഗം, BNS 64(2) അതായത് ഗർഭിണിയാകുമെന്ന അറിവോടെയുള്ള ബലാത്സംഗം, BNS 64(2) ആവർത്തിച്ചുള്ള ബലാത്സംഗം. സിജോ, ഇത് മൂന്നും രാഹുലിനെതിരെ ചുമത്തിയ കുറ്റങ്ങളാണ്. ഈ 3 കുറ്റങ്ങൾക്കും ജാമ്യമില്ലാ കുറ്റമാണ്. അത് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല BNS 89 പ്രകാരം നിർബന്ധിത ഗർഭചിത്രം, അതായത് അത് ജാമ്യമില്ലാ കുറ്റവും കുറഞ്ഞത് 10 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ് ഉള്ളത്. ഇത് മാത്രമല്ല IT നിയമപ്രകാരം IT 66 സ്വകാര്യ ലംഘനവും ഒപ്പം തന്നെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണല്ലോ. ഇതിൽ 3 വർഷം തടവും അതിലുമുണ്ട്. അപ്പോൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ നടപടിക്കായി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ രാവിലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായും പറഞ്ഞത് FIR പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു നിലപാടാണ് രാഹുലും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ഏത് തലത്തിലുള്ള ഒരു നീക്കുപോക്കായിരിക്കും അന്വേഷണ സംഘം നടത്തുക? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചതിന് പിന്നാലെ അതിൽ ഏതെല്ലാം വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്ന് സംബന്ധിച്ച് നിയമോപദേശം അന്വേഷണ സംഘം തേടിയിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഒരു വകുപ്പ് വന്നിരിക്കുന്നത്. പക്ഷേ അത് ഇത്ര ദുർബലമായി പോകുമോ എന്നുള്ള ഒരു സംശയം അന്വേഷണ സംഘത്തിനുണ്ടായി. അതുകൊണ്ടാണ് ഇതിൽ വിശദമായ നിയമോപദേശത്തിലേക്ക് പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അശാസ്ത്രീയമായ രീതിയിൽ നിർബന്ധിത ഗർഭചിത്രത്തിന് കേസെടുക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം തയ്യാറായത്. അതാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗൗരവമുള്ള വകുപ്പാണ്. അത് നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള പല തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ അതിജീവതയോട് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ജോബിയാണ് ഈ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുളിക കൊണ്ടുപോയി അതിജീവിതയ്ക്ക് നൽകുന്നത്. അത് നൽകുന്ന സമയത്ത് തിരുവനന്തപുരത്ത് കൈമനത്ത് വെച്ചാണ് ഈ ഗുളിക നൽകുന്നത്. അത് ഒരു കാറിൽ അതിജീവിത ഇരിക്കുന്ന സമയത്താണ് അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നു. അത് ഏൽപ്പിച്ചതിന് ശേഷം നിർബന്ധപൂർവ്വം അത് കഴിക്കാൻ പറയുന്നു. അത് കഴിക്കുന്ന സമയത്ത് അവർ വിസമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ജോബി വീഡിയോ കോൾ ചെയ്യുകയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ അടിസ്ഥാനത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ ഈ ഗുളിക കഴിച്ചുവെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വീഡിയോ കോൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇത്തരം തെളിവുകളെല്ലാം രാഹുലിനെതിരെ ഈ വകുപ്പ് ചുമത്തുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഉറപ്പായും ആ വകുപ്പ് ചുമത്തി കഴിഞ്ഞാൽ അത് നിലനിൽക്കും, അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല, അത് പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അങ്ങനെയാണ് ആ വകുപ്പ് പ്രകാരമുള്ള കേസുകൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇത് മാത്രമല്ല, രാഹുലിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് FIRലുള്ളത്. കാരണം ഈ അതിജീവിത ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനത്തിന് ഇരയാക്കി ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ പാലക്കാട് എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ വെച്ചും അതിജീവിതയെ പീഡിപ്പിച്ചു.
ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയുടെ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തു. അതിനുശേഷം അത് വെച്ച് ഭീഷണിപ്പെടുത്തി. ഈ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് FIR-ൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഈ അതിജീവിതയെ ഇയാൾ ചൂഷണം ചെയ്തു, ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്താൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതെന്തായാലും നിലനിൽക്കും, അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഉറച്ച വിശ്വാസം തന്നെയാണ് നിയമം പോലീസിനുള്ളത്.